ദുഃഖവെള്ളിയാഴ്ച ആഗോള കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക കുരിശിന്റെ വഴി നടത്തപ്പെടുന്ന ആദിമസഭയുടെ സഹന ചരിത്രത്തിന്റെ സ്മാരകവേദിയാണ് റോമിലെ കൊളോസിയം. AD 70-80 കാലയളവിൽ ഫ്ലേവിയൻ രാജവംശത്തിലെ ചക്രവർത്തി വെസ്പേഷ്യൻ ആരംഭിച്ച നിർമ്മാണം അദ്ദേഹത്തിന്റെ മകൻ ടൈറ്റസ് ആണ് പൂർത്തിയാക്കിയത്. ആദ്യകാലങ്ങളിൽ ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾ, മൃഗവേട്ടകൾ, നാവിക യുദ്ധങ്ങളുടെ പ്രതീകാത്മക ചിത്രീകരണം, പൊതുവേദികൾ എന്നിവയ്ക്കായി ഇത് ഉപയോഗിച്ചിരുന്നു. ഏകദേശം 50,000 മുതൽ 80,000 വരെ ആളുകൾക്ക് ഇരിക്കാവുന്ന സൗകര്യം കൊളോസിയത്തിലുണ്ട്. 4-ാം നൂറ്റാണ്ട് വരെ നീണ്ട റോമൻ സാമ്രാജ്യത്തിന്റെ ക്രൈസ്തവ മതപീഡന കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ആദ്യകാല ക്രൈസ്തവരുമായി കൊളോസിയത്തിന് പ്രതീകാത്മകമായ ബന്ധമുണ്ട്. ബെനഡിക്ട് 14-ാമൻ പാപ്പ 1740-കളിൽ ഈ സ്ഥലത്തെ ക്രൈസ്തവ പുണ്യസ്ഥലമായി പ്രഖ്യാപിക്കുകയും രക്തസാക്ഷികളെ സ്മരിക്കാൻ കുരിശുകൾ സ്ഥാപിച്ച് സംരക്ഷിക്കുകയും ചെയ്തു. 19-20 നൂറ്റാണ്ടുകളിൽ കൊളോസിയത്തിന്റെ ചരിത്രപരമായും പ്രതീകപരമായുമുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മാർപ്പാപ്പമാർ പുനർനിർമ്മാണ പദ്ധതികൾ ആരംഭിച്ചു. 1964-ൽ പോൾ 6-ാമൻ മാർപ്പാപ്പ ഇവിടെ കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകി. വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ കൊളോസിയത്തെ രക്തസാക്ഷികളുടെ വിശുദ്ധ മന്ദിരമെന്ന് വിളിക്കുകയും സഭ രക്തത്തിന്റെ മുകളിൽ രക്തസാക്ഷികളുടെ രക്തത്തിന്റെ മുകളിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. പീഡനങ്ങളിലൂടെ വേരുറപ്പിക്കപ്പെട്ട സഭയുടെ നിലനിൽപ്പിന്റെ പ്രതീകമായി കൊളോസിയം ഇന്നും നിലകൊള്ളുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.